യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? അതായത് നിങ്ങൾ ഇപ്പോൾ കേൾക്കേണ്ടതായിട്ടുള്ള, അറിയേണ്ടതായിട്ടുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കൂടുതൽ പേരും ഈ ഒരു മൊമെന്റിൽ ട്വിൻ ഫ്ലെയിം സ്റ്റേജിലൂടെ കടന്നു പോകുന്നതാണെന്ന് കാണുന്നുണ്ട്. കുറച്ച് പേരെങ്കിലും സെപ്പറേഷനിലായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ ഒരു സമയത്ത് ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ് നിങ്ങളെന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ആ ഒരു റിയാലിറ്റി എന്താണ്, ഈ റിലേഷൻഷിപ്പിന്റെ റിയാലിറ്റി എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിൽ പലരും ആ ഒരു ട്വിൻ ഫ്ലെയിം സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ട്വിൻ ഫ്ലെയിം റെക്കഗ്നീഷൻ ആണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ള കാര്യം നിങ്ങളെ ട്വിൻ ഫ്ലെയിംസ് ആണ് എന്ന് നിങ്ങൾ പലരും അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ്, ഒരു ഡിവൈൻ ടൈമാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സെപ്പറേഷൻ, ഒത്തിരി പേരും സെപ്പറേഷനിലാണ്. നിങ്ങൾ രണ്ടു പേരും ഒരേ രീതിയിൽ വിഷമിക്കുന്നുണ്ട്. രണ്ടു പേർക്കും ഒന്നിച്ച് ചേരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ആ ഒന്നിച്ച് ചേരല് ഒരുപാട് താമസമാണ്, അല്ലെങ്കിൽ ഒരുപാട് ഡിലേ നിങ്ങൾ കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ആ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു റിയൂണിയൻ നിങ്ങൾക്ക് സംഭവിക്കുന്നില്ല. അത്രമാത്രം നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് വിട്ടു പോകാൻ പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ ഓർമ്മകളിൽ നിന്നോ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നോ നിങ്ങൾക്ക് സെപ്പറേറ്റഡ് ആവാൻ കഴിയുന്നില്ല. ഓക്കെ, നിങ്ങൾ പലതവണ ഈ വ്യക്തിയുടെ എല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചിട്ട് പോലും നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ഒത്തിരി കണക്ഷൻ ഉണ്ട്, ഒത്തിരി ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കുക. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയോട് നിങ്ങൾ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ അവർക്കൊരു ഫർഗീവ്നെസ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ തമ്മിൽ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേഷൻ ആണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. യൂണിവേഴ്സ് ആയിട്ട് ഡിസിഷൻ എടുത്തിരിക്കുകയാണ് നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ ആ ഒരു മൊമെന്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾ എത്രമാത്രം ആഴത്തിലാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ആത്മബന്ധം എത്രമാത്രം ആഴമേറിയതാണ് എന്ന് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടു പേർക്കും മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് എത്രത്തോളമാണ് എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് എഫേർട്ട് എടുക്കുക. ഈ ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളായിട്ട് തന്നെ ഒത്തിരി എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, യു വിൽ ഗെറ്റ് ത്രൂ ദിസ്. തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നു പോകും. നിങ്ങൾക്ക് പലതവണ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം ഈ ഒരു സിറ്റുവേഷൻ ഒരിക്കലും മാറില്ല, ഈ വ്യക്തി ഒരിക്കലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരില്ല എന്ന് പോലും നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷെ തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് തിരികെ മാറിപ്പോകുന്നതാണ്. ഓക്കെ, ഈ ഒരു നെഗറ്റിവിറ്റി നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയധികം ആ ഒരു നെഗറ്റിവിറ്റീസ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഈ സാഹചര്യമെല്ലാം നിങ്ങൾ ഓവർകം ചെയ്യും എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എത്ര സെപ്പറേറ്റഡ് ആയിരുന്നാലും നിങ്ങൾ തമ്മിൽ ഒരു ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാമീപ്യം ആ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളുടെ അരികിലുള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡ്രീം ചെയ്യുന്നുണ്ടാവാം ഈ വ്യക്തിയെക്കുറിച്ച് ഒരുപാട്, നിങ്ങളുടെ ഡ്രീംസിൽ ഈ വ്യക്തിയെ കാണുന്നുണ്ടാവാം. ഈ വ്യക്തിയുമായിട്ട് സാമ്യമുള്ള വ്യക്തികളെയോ അല്ലെങ്കിൽ അത്തരം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ എന്നും നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുകയോ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അതുപോലെ തന്നെ ഒത്തിരി യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ കാണുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ഡേ ടൈമിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം. തീർച്ചയായിട്ടും അതെല്ലാം ആ ഒരു ട്വിൻ ഫ്ലെയിമിന്റെ എനർജിയാണ് നിങ്ങൾ യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന സയൻസ് ആണ് അതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. നിങ്ങൾ ചെറുപ്പം മുതൽ നിങ്ങൾ അറിയുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങൾ തമ്മിൽ അത്ര നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധമാണ് നിലനിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്നേഹബന്ധം എന്ന് പറയുന്നത്
മറ്റ് ആൾക്കാരുടെ ആ ഒരു എന്താണ് ചെറിയ മൊമെന്റിൽ കണ്ട് ഇട്ട് പോകുന്ന ആ ഒരു റിലേഷൻ അല്ല. ഇത് പാസ്റ്റിൽ തന്നെ ഒത്തിരി നല്ല രീതിയിൽ ഉറച്ചിട്ടുള്ള ഒരു ബന്ധമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ഈ സെപ്പറേഷൻ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളെ ഒരിക്കലും ഇതിന്ന് വിട്ടു പോകാനുള്ള ഒരു ഇട ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സോറി. ഓക്കെ. ആൻഡ് ഒരുപാട് ഇല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ചിലപ്പോ തോന്നുന്ന ഈ റിലേഷൻഷിപ്പും ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ നിലനിൽക്കുന്ന ഒന്നല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നലാണ്. നിങ്ങളുടെ മനസ്സിന് അങ്ങനെ ഒരു തോന്നല് മാത്രമാണ് ഉണ്ടാവുന്നത്. ഈ വ്യക്തി എത്ര നാള് കഴിഞ്ഞാലും നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ആ ഒരു ബന്ധം നിലനിൽക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രമാത്രം ആഴമേറിയ ഒരു ബന്ധമാണിത് എന്ന് പലർക്കും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ. ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും എൻ്റർ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളതിന്റെ സൈനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. ആൻഡ് ഈ റിലേഷൻഷിപ്പിന് ഒരുപാട് സ്റ്റെബിലിറ്റി ഉണ്ട്. അതായത് നിങ്ങൾക്ക് അറിയാം അത് ചിലപ്പോ ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ തമ്മിൽ റിലേഷനിലായിരിക്കാം. പക്ഷേ എത്ര തവണ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നാലും വീണ്ടും അതിലൊരു റീയൂണിയൻ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അതാണ് ഈ റിലേഷൻഷിപ്പിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഫീലിങ്സ് ആണ് എപ്പോഴും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പലപ്പോഴും നിങ്ങൾ രണ്ടുപേരിലും ഒരുപാട് സ്നേഹമുണ്ടെങ്കിലും നിങ്ങളത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം പൂർണ്ണമായിട്ട് നിങ്ങൾ ഇതുവരെയും എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്ന് കാണുന്നുണ്ട്. ഓക്കെ. തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ വീണ്ടും ഒരു ബിഗിനിങ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. മിററിംഗ് ആണ്. നിങ്ങൾക്ക് പലരും പല കാര്യങ്ങളും സിമിലാരിറ്റി ഉണ്ട്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയായിരിക്കും ആ വ്യക്തിയും ചിന്തിക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് നിങ്ങളുടെ ഫീലിങ്സ് എല്ലാം സെയിം ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഒത്തിരി പേരും ഇത് ട്വിൻ ഫ്ലെയിംസ് ആണ് കാണുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ട്വിൻ ഫ്ലെയിം സ്റ്റേജസിലൂടെ പോകുന്നുണ്ട്. ട്വിൻ ഫ്ലെയിംസ് ആണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേഷൻ ആണ് ഇത് എന്ന് പോലും ഇതിലൂടെ വ്യക്തമാവുന്നുണ്ട്. ഓക്കെ. ഇതിൽ കൂടുതലായിട്ട് ഒന്നും ഈ റിലേഷൻഷിപ്പിനെ പറ്റി ഒന്നും പറയാനില്ല. അത്രമാത്രം ആഴമേറിയ ഒരു റിലേഷൻഷിപ്പ് ആണ് ഇത് എന്നാണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ്. യു ക്യാൻ ഡു ദിസ് ആൻഡ് മെറ്റമോർഫോസിസ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളായിട്ട് തന്നെ ഒത്തിരി എഫേർട്ട് എടുക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. എന്ത് മാറ്റമാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു മാറ്റം ആ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണോ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പേഴ്സന്റെ ക്യാരക്ടർ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നിങ്ങൾ ആ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ.